ഒരു ടാസ്കിനിടെ നോറ തന്റെ ജീവിതകഥ പറഞ്ഞിരുന്നു. താൻ വന്ന വഴികളും ഓർത്തഡോക്സ് ഫാമിലിയാണെന്നും കഷ്ടപ്പെട്ട് ഇൻഫ്ലുവൻസർ ആയതും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം വിവാഹം കഴിച്ചതും പിന്നീട് അത് ഒത്തുപോകാൻ പറ്റാതായപ്പോൾ ഡൈവേഴ്സ് ആയതുമൊക്കെ. എന്നാൽ ഭർത്താവ് ലീഗലി ഡൈവേഴ്സ് കൊടുക്കുന്നില്ല എന്ന് കൂടി കൂട്ടിച്ചേർത്തിരുന്നു. ദാ ഇപ്പോൾ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഭർത്താവ് രംഗത്തെത്തിയിട്ടുണ്ട്. ഭർത്താവ് പറയുന്നത് താൻ ഒരിക്കലും ഡൈവേഴ്സ് കൊടുക്കാതിരുന്നിട്ടില്ല. ഇനി മുന്നോട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് ഡൈവേഴ്സ് എന്ന്. എന്നിട്ടും നോറ പോയി കേസ് കൊടുത്തു. മാതാപിതാക്കളും ഭർത്താവും പീഡിപ്പിച്ചെന്നും നഷ്ടപരിഹാരം വേണമെന്നും മ്യൂച്വലി പിരിയാൻ തീരുമാനിച്ചിട്ട് പിന്നെ പോയി കേസ് കൊടുത്ത് നഷ്ടപരിഹാരം ചോദിക്കുന്നത് എന്ത് ന്യായമാണെന്നാണ് ഭർത്താവിന്റെ ചോദ്യം. പിന്നെ ഡൈവേഴ്സ് ആവാനുള്ള കാരണം കൂടി ഭർത്താവ് പറയുന്നുണ്ട്. നോറ ടാസ്കിൽ തന്നെ പറയുന്നുണ്ട് ആൾ ഇൻഫ്ലുവൻസർ ആണെന്ന്. അങ്ങനെ കിട്ടിയ പൈസ കൊണ്ടാണ് സ്വന്തമായി വീട് മേടിച്ചത് എന്നും. പക്ഷേ ഭർത്താവ് പറയുന്നത് തുച്ഛം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള അവരുടെ അക്കൗണ്ടിന് എത്ര ക്യാഷ് കിട്ടുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് ഇത്ര പൈസ നമ്മളോട് ഊഹിച്ചോളാനാണ് ഭർത്താവ് പറയുന്നത്. താൻ വേണോ സോഷ്യൽ മീഡിയ വേണോ എന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്ത് പോയ ഉറപ്പായും ഒരു മറുകഥ പറയാൻ നൂറയ്ക്കുണ്ടാവും. നമുക്ക് കാത്തിരിക്കാം.